വികസിത ഭാരതം വികസിത കേരളം ഈ തലക്കെട്ട് കൊടുത്ത് അടിച്ചിറക്കിയ നരേന്ദ്രമോദി ഇളിച്ചു നിൽക്കുന്ന NH-66 ഉദ്ഘാടന പോസ്റ്ററിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പേരില്ല. ഇത്രയും നാൾ ചെയ്യാത്ത ഒരു കാര്യം അത് ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ മോദിയും കൂട്ടരും ചെയ്യുകയാണ്. ഇത് മോദിയും കൂട്ടരും എഴുതുകയും കേരള സർക്കാർ നിറഞ്ഞാടുന്ന ഒരു നാടകമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളൊന്നും ഒന്നല്ലേ, നിങ്ങൾ പറയുന്ന ആ CJP അല്ലേ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കണ്ണിൽ പൊടിയിടൽ നാടകമാണിത്. അതല്ലെങ്കിൽ പിന്നെ റിയാസിന്റെ പേരില്ലാതിരിക്കുന്നതും സർക്കാർ ഈ പരിപാടി റദ്ദാക്കുന്നതും ആരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ്? NH-66 തലപ്പാടി, ചെങ്കള, വെങ്ങളം, രാമനാട്ടുകര 6 വരി പാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുമാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ഹർദീപ് സിംഗ് പുരി, പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി, അശ്വിനി വൈഷ്ണവ്, ശിവരാജ് സിംഗ് ചൗഹാൻ, അജയ് തംത, ഹർഷ് മൽഹോത്ര, കമലേഷ് പസ്വാൻ, ഡോക്ടർ ചന്ദ്രശേഖർ പൈമസാനി, സുരേഷ് ഗോപി, ശ്രീപ്രസാദ് യെസോ നായിക്, വി സോമണ്ണ, രവനീത് സിംഗ്, ജോർജ് കുര്യൻ എന്നിവരും സംസ്ഥാന ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവർക്കാണ് ക്ഷണമുള്ളത്. MP മാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഉമാ തോമസ് MLA എന്നിവർക്കും കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണമുണ്ട്. മുൻ കേന്ദ്ര സഹമന്ത്രി എന്ന പേരിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ദേശീയപാത നിർമ്മാണത്തിൽ നിർണായക പങ്ക് വഹിച്ച് സെൽഫി പോസ്റ്റ് ചെയ്യാറുള്ള മുഹമ്മദ് റിയാസിനെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ നോഡൽ ഏജൻസി എന്നിരിക്കെയാണ് മന്ത്രിയെ പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയതെന്നാണ് വിമർശനം ഉയരുന്നത്. ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമെന്ന വിലയിരുത്തലിന് പിന്നാലെ ചടങ്ങ് സർക്കാർ ബഹിഷ്കരിച്ചു തുടങ്ങുവാനും ഇവിടെ ഇപ്പോൾ ആരംഭമായിട്ടുണ്ട്. വിഷയത്തിൽ കടുത്ത അതൃപ്തിയുള്ളതിനാൽ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം മരുമകനെ ഒഴിവാക്കിയതിലുള്ള കടുത്ത അമർഷം മുഖ്യമന്ത്രി ഈ അവസരത്തിൽ മുതലെടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ആരും തന്നെ പരിപാടിയിൽ പങ്കെടുക്കില്ല. ദേശീയപാത ഉദ്ഘാടനത്തിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പരിപാടിയിലേക്ക് ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്നും ദേശീയപാത നിർമ്മാണത്തിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടതാണ് എന്നും ഇന്ത്യയിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നത് NH-66 5600 കോടി രൂപയാണ് ചെലവഴിച്ചതെന്നും കടമെടുപ്പ് പരിധിയിൽ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ 12,000 കോടിക്ക് തുല്യമായി എന്നും റിയാസ് പ്രതികരിച്ചിരുന്നു. എല്ലാ റീച്ചുകളുടെയും റിവ്യൂ യോഗങ്ങൾ കൃത്യമായി നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസ് ഈ വേളയിൽ പ്രതികരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്. അതിൽ മാത്രമല്ല സകലയിടത്തും രാഷ്ട്രീയമുണ്ടെന്നേ. ഇതൊരു അസൽ നാടകമല്ലേ? കേന്ദ്രമന്ത്രിമാരുടെ നീണ്ട നിരയും ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം പട്ടികയിൽ ഉണ്ടായിട്ടും പ്രസക്തമായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ഒഴിവാക്കിയത് അത് ജനശ്രദ്ധ തിരിച്ചുവിടാനാണെന്ന് എല്ലാവർക്കും അറിയാം. മോദിയും പിണറായിയും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. മുഖ്യന്റെ ഈ നാടകത്തിനാണ് 2 മന്ത്രിമാരും ഒപ്പുവെച്ചിരിക്കുന്നത്. വികസനം എന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഔദാര്യമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. അത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന BJPയുടെയും അതിന് മൗന അനുവാദം നൽകുന്ന CPMന്റെയും ഇരട്ടത്താപ്പ് തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.